ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഗ്രിൽ ചിക്കൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ മാസ്റ്റർ പീസ് റെസിപ്പിയാണ്. അപ്പം ഇതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഞങ്ങളൊരു ഫാമിലി ഫേവറേറ്റ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഇതുപോലുള്ള ലെഗ് പീസ് തൈ പീസാണ് എടുത്തിട്ടുള്ളത്. കാലും തുടയൊക്കെ കൂടെ ഒരുമിച്ചുള്ളത്. നന്നായിട്ട് വരഞ്ഞ് വെക്കുക. ഇത് ഏകദേശം 700 ഗ്രാമിൻ്റെ അടുത്ത് 750 ഗ്രാമൊക്കെ വരുന്ന ചിക്കൻ ഉണ്ട് കേട്ടോ. 1 കിലോ ഇല്ല, അത്രയുണ്ട്. അത് ഇതുപോലെ നല്ല വരഞ്ഞ് വെക്കുക കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വിനീഗറും ഉപ്പുമൊക്കെ ഇട്ട് നല്ല വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ്. വരഞ്ഞിട്ട് വെക്കണം. ഇനിയാണ് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും ചേരുവകളാണ് കേട്ടോ വേണ്ടത്. അപ്പം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെല്ലാം തന്നെ കറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണേ. അപ്പം വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഞാൻ ആ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ബാക്കിയുള്ള ചേരുവകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനവിടെ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിനീഗറാണ് കേട്ടോ. താഴെ നടുവിൽ വെച്ചിരുന്നത് വിനീഗറാണ്. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാനത് ലാസ്റ്റിൽ പറയുന്നുണ്ട് ആ ചേരുവ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഇങ്ങനെ എല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കുക. കാരണം ഉള്ളി ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളി ഈ ചിക്കൻ്റെ മാംസത്തിൽ പിടിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് ഉള്ളിലേക്കൊക്കെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ സാധാ ചിക്കനൊക്കെ എത്രത്തോളം വെക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടുതലും. അപ്പോൾ ഓവർനൈറ്റ് വെക്കുക, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുക കേട്ടോ. തണുപ്പ് മാറിയ ശേഷം വേണം നമ്മളിനി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ബട്ടറോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ആദ്യം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് പാൻ ഗ്രില്ലാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാ നോർമൽ ഗ്രില്ലുണ്ടല്ലോ, നമ്മൾ അൽഫാമൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന പോലെ അതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക ഓവനിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പാൻ ഗ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പാൻ ഗ്രില്ല് ചെയ്തെടുക്കുമ്പം കുറച്ച് ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഡ്രൈ ആയി വരുന്നതിനനുസരിച്ച് കുറച്ചൊന്ന് ഓയിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഓയിലിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട. ഇത് ഒരു ഡ്രൈനെസ് വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുക, മറിച്ചിട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് അടച്ച് വെക്കുക കേട്ടോ. എന്താ വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക ഒരു 10 മിനിറ്റ്. അപ്പം എന്താണെന്ന് വെച്ചാൽ കുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ പീസാണല്ലോ, അപ്പോൾ കുക്കായി കിട്ടില്ല. ഒരു 10-20 മിനിറ്റെങ്കിലും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ ചേർത്തിട്ടുള്ള മസാലകൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാനിതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ നമ്മളെല്ലാ റെസിപ്പി ഉപ്പ് ചേർക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർക്കാത്തതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന മസാലയിൽ നല്ല ഉപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മസാല എന്ന് പറയുന്നത് മാഗി മസാലയാണ് കേട്ടോ. അതാണ് നിങ്ങൾക്കറിയാം, മാഗി മസാലയിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്. അഡീഷണൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി മാഗി മസാല ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാഗി ക്യൂബ്സിനാണ് നമ്മൾ മന്തിക്കൊക്കെ ചേർക്കുന്ന മാഗി ക്യൂബ്സ്, അത് ചേർത്താലും മതി. അത് ചേർക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ. ഈ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു വെള്ളപ്പമാണ്. തലേന്ന് അരച്ച് വെക്കാതെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് അരച്ചിട്ടുണ്ടാക്കുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പീൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പാനിൻ്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാരെ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.